നമ്മൾ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉൽപ്പാദനം കുറവാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും സാധനങ്ങളായാലും സേവനങ്ങളായാലും പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രവണത കൂടുതലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസവും പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കുറച്ച് കാലം അതിനകത്ത് പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റും ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയും ഇഷ്ടപ്പെട്ട സ്കില്ലും എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ പലപ്പോഴും മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഞാനിത് പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴെ പല +2 കഴിഞ്ഞ കുട്ടികളും ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും കുറച്ച് രക്ഷിതാക്കളൊക്കെ പല രീതിയിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പം അവരുടെ പല ചോദ്യങ്ങളും വളരെ അതായത് നമ്മളൊരു കോഴ്സിന് ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി, അതൊരു 2-3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടും, സർട്ടിഫിക്കേഷൻ കിട്ടിയ ഉടനെ തന്നെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുമെന്നൊക്കെയാണ് അവർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അവർ തെറ്റിദ്ധരിച്ചത് ഓക്കെ, പക്ഷേ അവർ അന്വേഷിച്ച സ്ഥലങ്ങളിൽ നിന്നും ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് പാസ് ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ കാര്യങ്ങളൊന്ന് നിങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ്. അപ്പം ഞാനൊരു CMA ക്വാളിഫൈ ചെയ്ത CS ക്വാളിഫൈ ചെയ്ത ആളാണ്. ഒരു 15 വർഷമായി ഈ മേഖലയിൽ ടീച്ചിങ്ങിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ ഈ കോഴ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിത് വീഡിയോ ശരിക്കും പറയുന്നത് ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഹയർ സ്റ്റഡീസിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ ഏത് കോഴ്സ് പഠിച്ചാലും പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അത് പഠിക്കേണ്ട രീതിയിലും അത് പഠിച്ച് കഴിയുമ്പോഴേക്ക് വേണ്ട കുറച്ച് പേഴ്സണൽ സ്കില്ലും കൂടി നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ മരിക്കുന്നത് വരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. വരുമാനത്തിൻ്റെ കാര്യവും ലക്ഷങ്ങളുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരു തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് ഇത്ര രൂപ കിട്ടും, ഇത്ര രീതിയിലാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നിങ്ങൾ ഈ കോഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഫീസ് കൊടുത്തതുകൊണ്ട് ഈ പഠിക്കേണ്ട ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിൻ്റേതായിട്ട് മാറുന്നില്ല. അത് പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അത് പഠിക്കുക എന്നുള്ളതും പരീക്ഷ പാസ്സാവുക എന്നുള്ളതും. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും അവർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് APS കണ്ണൂരാണ്. അവിടെ വന്നു കഴിഞ്ഞാലും ഫാക്കൾട്ടീസിന് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക, അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് എന്താണ് കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുക, അതിനെ എക്സാമ്പിൾ വെച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പ്രാക്ടിക്കലി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് അൾട്ടിമേറ്റ്ലി പഠിക്കേണ്ടതും പരീക്ഷ എഴുതേണ്ടതും കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും